നിങ്ങളുടെ അഭിപ്രായത്തെയൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ജീപ്പിനെ വർക്ക്ഷോപ്പിൽ കൊടുത്തുട്ടോ. പാച്ച് വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. മെറിഡോർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീപ്പിൻ്റെ സീറ്റ് വാങ്ങാൻ വേണ്ടി പോയിരുന്നു. നേരത്തെ കാണിച്ചായിരുന്നു, ടാറ്റ 2 സീറ്റൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് പലരും ജീപ്പ് എന്തെങ്ങനെ ജീപ്പ് നന്നാക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പല കമൻറ്റുകൾ ഇട്ടിരുന്നു. ആ കമൻറ്റുകൾ കൊണ്ടുപോയത് ഈ ഭാഗത്തേക്കായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ജീപ്പ് നേരാക്കാൻ കൊടുക്കാൻ വേണ്ടി പോകും. അതിൻ്റെ ഫുൾ പാച്ച് വർക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോണത് കള്ളാടിപ്പറ്റുള്ള ബാബുവേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. മൂപ്പരെ വീട്ടിൽ തന്നെയാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുപോയി ഇടുക എന്നാണ്. അതിൻ്റെ വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് ഇടാം കേട്ടോ. അതിൻ്റെ വീഡിയോസ് അവിടെ പണിയിറക്കുന്നതിൻ്റെ വീഡിയോസ് എടുക്കാം. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇടുകയാണ് വണ്ടി. എന്തൊക്കെ വർക്കുകൾ എടുക്കണമെന്ന് നമുക്ക് അവിടെ പോയിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ പോണത് നമ്മുടെ ഈ RX എടുത്തുകൊണ്ടാണ്. കാരണം വണ്ടി അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് വരണം. ഞങ്ങൾ 3 പേരാണ് പോണത്. ഞാൻ, ഗിരീഷ്, പിന്നെ പ്രദീപ്. അപ്പോൾ 2 ബൈക്കുകൾ കൊണ്ടുപോകുന്നുണ്ട്. അവൻ്റെ ഒരു പാഷനും കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ എൻ്റെ RX കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ ജീപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വണ്ടിയും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ നിന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അവസാനം തീരുമാനമെടുത്തു നമ്മുടെ ഛത്രപതിനെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ കയറ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ കള്ളാടിപ്പറ്റ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. കള്ളാടിപ്പറ്റ കുറച്ച് ഉൾഗ്രാമമാണ്. കുറച്ച് ഉള്ളിലേക്ക് ഉള്ളിലൊരു വീട്ടിൽ തന്നെ, മൂപ്പരെ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യണത്. ബാബുവേട്ടൻ എന്നാണ് പേര്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് ആള് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. അത് മെയിനായിട്ട് ഞാൻ സീറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് വരണത്. മെയിൻ ഉദ്ദേശം അതാണ്. പക്ഷെ പിന്നെന്താ വെച്ചാൽ അത് നോക്കിയപ്പോൾ ആകെ പേച്ചായിരിക്കണം. അപ്പം എന്തായാലും മഴക്കാലം കഴിയാറായില്ലോ. അപ്പം ആ സമയം കൊണ്ട് വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞോട്ടെ വിചാരിച്ചു. ഇനി പാച്ച് വർക്കൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതാക്കാന്ന്. ചെറിയ തുളകളെ കണ്ടുള്ളൂ. പക്ഷേ അവിടെ പോയിട്ട് കൊത്തി നോക്കുമ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ശരിക്കുള്ള ഒരു ഭീകര രൂപം ഞങ്ങൾക്ക് കിട്ടിയത്. മൂപ്പരെടുത്ത് ചെന്ന് മൂപ്പരെ ആയുധങ്ങളൊക്കെ എടുത്തൊന്ന് തട്ടാൻ തുടങ്ങിയപ്പോഴാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരുമ്പ് മഴ എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഈ കൊട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ ചാടിയത് തുരുമ്പിൻ്റെ ഒരു മഴയായിരുന്നു. അത്രയ്ക്ക് പൊടികളെ ചോട്ടേക്ക് ചാടിയായിരുന്നു. ആകെ തുരുമ്പിച്ചു. കാരണം എന്താ വെച്ചാൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവാതെ, ഈ പെയ്യണ മഴവെള്ളം മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോവാതെ കടന്നിട്ടേ ആ എഡ്ജ് മുഴുവൻ പോയി. ആ രണ്ടും കൂടി കൂടിച്ചേരേണ്ട ഭാഗം കംപ്ലീറ്റ് തുളകളാണ്. ഞാൻ കുത്തി നോക്കുമ്പോൾ കംപ്ലീറ്റ് എന്താ പറയുക, കറുത്ത ഇരുമ്പിൻ്റെ ഭാഗങ്ങളാണ് കണ്ടിരുന്നില്ലേ. ആകെ അരിപ്പ പോലെ ഇരിക്കുന്ന വണ്ടി. നമ്മുടെ അതിർത്തിയിലൊക്കെ എന്താ പറയുക പോയി നിൽക്കണ അവസ്ഥ. ആകെ വെടിയുണ്ട വന്ന് തുളഞ്ഞ പോലെ ആയിരിക്കണം. നല്ല വലിയ ഹോളുകളാണ് വരുന്നത്. ചപ്പും ഇതൊക്കെ പറഞ്ഞാൽ അവിടെ സീറ്റ് ഉണ്ടായിരുന്നോണ്ടേ നമുക്ക് അതിന്റെ അടിഭാഗം ശരിക്കും വൃത്തിയാക്കാൻ പറ്റിയായിരുന്നില്ല. അപ്പോൾ സീറ്റ് എടുത്തപ്പോഴാണ് അവിടെ എലിയും കാര്യങ്ങളൊക്കെ കാണുന്നത്.
അപ്പോൾ സീറ്റ് ഇപ്പോഴുള്ള സീറ്റ് എന്താ വെച്ചാൽ ഒന്ന് പൊന്തിച്ചിട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ CID മൂസയിൽ ചെയ്ത പോലെ വലിയ 2 തുളടാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി തള്ളാനല്ല കേട്ടോ, ആ ഉള്ളിൽ നിൽക്കുന്ന വെള്ളവും അതുപോലത്തെ പൊടിയും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് 2 വലിയ ഹോള്, ഒരു 2 ഇഞ്ച് വലിപ്പത്തിലൊരു 2 ഹോൾ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ പാച്ച് വർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട്. ആ എഡ്ജൊക്കെ പോയിരിക്കണം, ആ വെള്ളം നിന്നിട്ടുള്ള എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ചെറുപ്പം നിന്നിട്ടേ ആ എഡ്ജ് മുഴുവൻ പോയിരിക്കണം. ഞാൻ അവിടെയൊക്കെ അന്ന് റീപെയിൻറ്റ് ചെയ്യിപ്പിച്ചതാ, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാം റീപെയിൻറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ പെയിൻറ്റിങ്ങിനും നിർത്തിയിട്ടില്ല, കാരണം മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ട് മഴക്കാലം കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്നു. അതുകൊണ്ട് എന്താ വെച്ചാൽ ചെയ്ത ഭാഗങ്ങളിലൊക്കെ വീണ്ടും തുരുമ്പ് കയറി. പ്രൈമറൊക്കെ അടിച്ച് വളരെ കനം കുറഞ്ഞ രീതിയിൽ അടിച്ചോണ്ടേ ഒന്നും എന്താ പറയുക പെട്ടെന്ന് തുരുമ്പ് കയറിയത്, ആ പ്രൈമറൊക്കെ പോയിരിക്കണു. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ തുരുമ്പ് വന്നിരിക്കുക. ബാബുവേട്ടൻ്റെ അഭിപ്രായ പ്രകാരം എന്തായാലും 2-3 ദിവസം പോരാട്ടോ, അതിലധികം ദിവസത്തേക്കുള്ള വർക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കാരണം അധികവും ഈ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് വന്നിരിക്കണേ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അതായത് എഡ്ജുകൾ കൂടിച്ചേർന്ന ഇത്തരം ഭാഗങ്ങളിലാണ് ഇത് കാണാൻ, ഈ ഭാഗങ്ങളിലാണ് കംപ്ലീറ്റ് തുരുമ്പ് വന്നിരിക്കുന്നത്. അത് ഒരുവിധം വണ്ടർ 4 സൈഡിലേക്കും വന്നിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ സെൻറ്റർ ഭാഗമൊന്നും വലിയ കുഴപ്പമില്ല, കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരം കാണുന്ന നമ്മൾ വൃത്തിയാക്കുന്ന ഭാഗം എന്തൊക്കെ ആയതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമില്ല. വൃത്തിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇലയൊക്കെ കാണാൻ കിട്ടോ. അതായത് നമ്മളെന്താ വെച്ചാൽ വെള്ളം ഒഴിച്ച് ഇതാക്കുക ചെയ്യുക. അപ്പോൾ ഈ മറ്റേ ഉള്ളിൽ ഒഴിക്കണ വെള്ളം മുഴുവൻ ഈ എഡ്ജ് കൂടെയാണ് ഇറങ്ങി പോണത്. അതൊക്കെ അവിടെ നിന്നിട്ട് തുരുമ്പ് പിടിക്കുകയാണ്. ബോണറ്റ് തുറന്നപ്പോൾ ബോണറ്റിലും ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും കുറച്ച് എന്താ പറയുക ഉറപ്പിക്കാൻ ബലത്തിന് വേണ്ടിയിട്ട് കൊടുത്ത ചില കമ്പി ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ഇത് കയറിയിരിക്കുകയാണ്. അവിടെ മാത്രം ഒരു തുള വന്നിട്ടുണ്ട് ആ ഭാഗത്തായിട്ട്. ബാക്കി അങ്ങനെ കാര്യപ്പെട്ട കുഴപ്പമൊന്നും ബോണറ്റിനില്ല. ബോണറ്റൊക്കെ ഞാൻ കഴിഞ്ഞ തവണ വെച്ചതാട്ടോ, സെക്കൻഡ് ഹാൻഡ് മേടിച്ച് വെച്ചാണ്. ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ വെച്ചതാ. ഒരു 6-7 വർഷമായിട്ടുണ്ടാവും അതിൻ്റെ അടുത്ത് കിട്ടിയിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും പഴകിയതാണെങ്കിലും എന്താ വെച്ചാൽ അങ്ങനെ തുരുമ്പ് കയറിയിട്ടില്ല. ആ എൻഡിൽ കാണുന്ന ഭാഗത്ത് മാത്രമാട്ടോ 2 തുള വീണിരിക്കണത്. പിന്നെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ, സീറ്റൊക്കെ ഒന്ന് ശരിയാക്കാണ്ട്, സീറ്റൊക്കെ ഇങ്ങനെ നമ്മളെന്താ വെച്ചാൽ ഓരോ സമയത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട്. പിന്നെ ബാക്ക് ഡോറാണ്, ബാക്ക് ഡോർ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പോയിരിക്കണം, ഒന്നുമില്ല. അതിൻ്റെ ആ ബലം കൊടുക്കേണ്ട മറ്റേ ഒരു റൗണ്ട് പൈപ്പ് ഉണ്ടല്ലോ, അതടക്കം അതിന് പോയിരിക്കണം, അതൊക്കെ അതിൻ്റെ തുരുമ്പിച്ച് പോയിരിക്കണം. അപ്പോൾ ബാക്ക് ഡോറ് ഞാൻ പുതുതായി ഉണ്ടാക്കാൻ പറഞ്ഞു. അത് എങ്ങനെയാ വെച്ചാൽ ഒരു ചതുരത്തിൽ സ്ക്വയർ പൈപ്പ് ചതുരത്തിൽ കൊടുത്തിട്ട് അതിൽ ഷീറ്റ് അടിക്കുക. ഒന്ന് കനം കൂടിയ നമ്മുടെ കൈക്കോട്ടൻ്റെ ഒക്കെ തകടെന്ന് പറയില്ല, ഞങ്ങൾ കളിയാക്കി പറഞ്ഞതാണ്. അത് അത്രയൊന്നും കനമുള്ളതല്ല, അതിനെയൊക്കെ കുറച്ച് കനം കുറഞ്ഞ സാധനം, കുറച്ച് ബലമുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പിൻ്റെ ടയറും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ എണ്ണ ടാങ്കും വെക്കുക. പിന്നെ എനിക്കൊരു ഒരു ജാക്ക്, എന്താ അതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല, ഒരു വലിയൊരു ചുവപ്പ് കളർ ജാക്ക് വരുന്നുണ്ടല്ലോ, അതും വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഉറപ്പിച്ചിട്ടില്ല, കാരണം എന്താ ബാക്കിൽ എല്ലാവരും കൂടി സ്ഥലം ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ആ ചവിട്ടി കയറുന്ന ഭാഗത്ത് വണ്ടി കെട്ടി വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് വരുന്നുണ്ട്, ആ ഒരു ഹുക്കും വെക്കണം വെച്ചിട്ടാണ്. ഇതില് ജാക്ക് നിർബന്ധമല്ല, ജാക്ക് ഒരു സെക്കൻഡ് ഓപ്ഷനാണ്, പക്ഷെ ആ കെട്ടി വലിക്കുന്ന ഹുക്ക് എന്തായാലും വെക്കും. അപ്പൊ അത്രയാണ് ഇപ്പൊ ബാക്ക് ഡോറിന്റെ മുകളിലത്തെ പ്ലാനിങ്. പിന്നെ ഒന്നും അങ്ങനെ അഡീഷണൽ സാധനങ്ങളൊന്നും വെക്കണില്ല വെച്ചിട്ടാ. ആ ജീപ്പിന്റെ ഞാൻ പറഞ്ഞ പോലെ ജീപ്പിന്റെ എന്താ വെച്ചാൽ അതേ രൂപം തന്നെ നിലനിർത്തുക. ഇവിടെ കണ്ടില്ലേ, ആകെ ആ കമ്പിയൊക്കെ അവിടെ തുരുമ്പ് പിടിച്ച് പറ്റേ പോയിരിക്കണം. അത് കഴിഞ്ഞ പെയിന്റിങ്ങിന് എന്നോട് മാറ്റാൻ പറഞ്ഞതാ, പക്ഷെ ആ സമയത്ത് എന്താ വെച്ചാൽ ഡോറ് കിട്ടിയില്ല, പുതിയ ഡോറ് കിട്ടിയില്ല. ബാക്കി ഡാഷ്ബോർഡും പിന്നെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ബോണറ്റും സാധനങ്ങളൊക്കെ കിട്ടി, പക്ഷേ ബാക്കത്തെ ഡോറ് കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പഴയ ഡോർ തന്നെ ഒന്നുകൊണ്ട് മിനുക്കിയെടുത്തിട്ട് പിന്നെ മാറ്റാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വെക്കുക ചെയ്തത്. അത് ഇപ്പോഴാകുമ്പോഴേക്കും അതാകെ എന്താ പറയുക, ആകെ കൈവിട്ട് വരിക്കണം. അവിടെയൊക്കെ ആകെ ജാമായിട്ട് ശരിക്കും തുറക്കാൻ തന്നെ പറ്റണില്ല ഡോർ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കണം. നമ്മളത് എവിടെ കുത്തി തുറക്കാൻ നോക്കിയാലും അവിടെ വലിയ ഹോള് വരുന്ന അവസ്ഥയായിരുന്നു. അപ്പം അത് പിന്നെ മാറ്റാന്നുള്ള തീരുമാനത്തിലെത്തി. പിന്നെ അവിടെ നമ്മുടെ സെന്ററിൽ നമ്മളിപ്പോൾ മേടിച്ച ടാറ്റാ സുമോന്റെ 2 സീറ്റ്, അത് 2 മറ്റെന്താ പറയുക എൽ ക്ലാമ്പ് പറയും, എൽ ക്ലാമ്പ് തന്നെ തോന്നണ അതിന്റെ പേര്, എൽ രൂപത്തിലാണ് വരിക. അപ്പൊ അത് വെച്ചോണ്ട് സീറ്റിന് ഇതടിച്ചിട്ട് ഫ്രെയിം അടിച്ചിട്ട് അതിന്ന് 3-6 കാലുകൾ, അതായത് മുന്നിലും 3 കാല് ബാക്കിലും 3 കാല്, അങ്ങനെ ഒരു കാല ആ ഗിയറിന്റെ നേരെ അവിടെ ആയിട്ടാ വരിക, സെന്ററത്തെ കാല അങ്ങനെ കൊടുക്കാനാണ് പരിപാടി. ഒറ്റ ക്ലാമ്പിന്റെ മുകളിൽ തന്നെ ആ 2 സീറ്റ് ഇരുത്തണ തരത്തിൽ. എന്നിട്ട് സീറ്റ് അതിന്റെ മുകളിൽ എന്ത് ചെയ്യും, സ്ക്രൂ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഇനി ഏത് സീറ്റ് കിട്ടിയാലും നമുക്ക് അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, വെക്കാം. അതേപോലെ ബാക്കത്തെ സീറ്റ് അതിനെ വിട്ട് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സീറ്റ് അങ്ങോട്ട് ചെരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ സീറ്റ് ഇത്രയും ഫുള്ളായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റ് പിന്നിക്ക് ചെരിക്കാൻ വേണ്ടി പറ്റില്ല. അതാകുമ്പോൾ നമുക്കൊന്ന് അത്യാവശ്യം കടക്കാനൊക്കെ ഒന്ന് പറ്റും. നമുക്ക് സീറ്റ് കൊണ്ട് ചെരിച്ചാൽ നമുക്ക് നേരെ ബാക്കിൽ കിടക്കാം. പിന്നെ അത് കണ്ട ആ സീറ്റിന്റെ നിർത്തുന്ന അത്ര ശരിയല്ല, അന്ന് അത് ഒരു നുന്നായ്മ പണി കാണിച്ചതാ.
സീറ്റ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ രൂപ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് നന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് പൊന്തിയിട്ടൊക്കെ നിൽക്കണത്. പിന്നെ ഒന്ന് ഒരു താഴ്ചയൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അടിയിൽ 2 റബ്ബർ ബുഷ് ഉണ്ടായിരുന്നു, അത് പോയിരിക്കുക. അപ്പോൾ 2 എടുക്കണം. ചോട്ടത്തെ വെച്ചു. മറ്റേ നിൽക്കണ സമയത്ത് അതിന് ചെറിയൊരു ചെരിവുണ്ടായിരുന്നു, പക്ഷെ വെച്ച സമയത്ത് ആ ചെരിവ് കാണാനും ഇല്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഉണ്ടെന്നുള്ള പരിപാടിയില്ല. ടോപ്പ് സ്ഥിരമായിട്ടുള്ളതല്ല, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിൽ നമുക്ക് എടുത്ത് മടക്കി വെക്കാവുന്ന. അധികവും നമ്മൾ ടോപ്പ് ഇടാതെ തന്നെ പോവാറ്. അത്യാവശ്യം വല്ല മഴയൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാവുന്ന തരത്തിൽ ടോപ്പിന് വേണ്ടിയിട്ട് അതിലും കുറച്ച് സാധനങ്ങൾ സ്ക്രൂ ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെൽറ്റ് ഇടുന്ന തരത്തിലോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പ്ലാനിങ്. അപ്പോൾ മൂപ്പര് നല്ലൊരു പ്ലാനിങ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുകളത്തെ ടോപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കമ്പിയൊക്കെ, ആ റൗണ്ട് കമ്പി ഉണ്ടല്ലോ, അതൊക്കെ ആകെ തുരുമ്പ് പിടിച്ചിരിക്കണം. അത് എൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ട് ഏതാണ്ട് 8 വർഷമായി. അതിൻ്റെ മുന്നേ ഏതോ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനം, അതൊക്കെ സെക്കൻഡ് അടുത്താണ് അന്ന്. കാരണം നമുക്ക് ഈ വലുപ്പത്തിലുള്ള ഒരു സീറ്റിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ കുറെ അന്വേഷിച്ചിട്ട് കിട്ടിയത്. അതൊക്കെ സീറ്റാണ്, ഫ്രണ്ട് സീറ്റാണ്. ഞാൻ പരമാവധി എന്താ വെച്ചാൽ നമുക്ക് സെന്ററിൽ നമുക്കൊരു സ്പേസ് വേണം, 2 സീറ്റിന്റെ സെന്ററിൽ. കാരണം ഞാൻ അവിടെയാണ് എൻ്റെ പാട്ടിന്റെ സെറ്റ് വെക്കാറ്. ഞങ്ങൾക്ക് പണ്ടൊരു ട്രോളി കാണിച്ചെന്നാണ്, ഒരു സൗണ്ട് ട്രോളി കാണിച്ചെന്ന് പറഞ്ഞു. അത് ശരിക്കും അവിടെ ഉണ്ടായിരുന്നാ, ജീപ്പിൽ ആ ഭാഗത്തെ ഉണ്ടായിരുന്ന 2 സ്പീക്കർ വെച്ചുകൊണ്ടുള്ള എല്ലാ സെറ്റിങ്സും അവരൊറ്റ സ്പീക്കറിന്റെ ഉള്ളിൽ പോവും. അതിനൊരു കവറും അടിക്കും. അപ്പോൾ ആ കവർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എല്ലാം ഇരിക്കും. അപ്പോൾ മഴ കൊണ്ടാലും കുഴപ്പമില്ല. അത് ആ ഭാഗത്തായിട്ട്, ആ സെന്റർ ഭാഗത്തായിട്ടാണ് വരിക. ആ ഗിയറിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവർക്കും മറ്റേ അപ്പുറത്തുള്ള ആൾക്കും ഒന്ന് കൈ വെക്കാനൊക്കെ അതിന്റെ മുകളിൽ കൈ വെക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ സീറ്റ്. എന്താ വെച്ചാൽ മുപ്പര് പറഞ്ഞൊരു പ്രശ്നം പറഞ്ഞാൽ നമ്മളിപ്പോൾ എസ്റ്റീമിന്റെ സീറ്റല്ലേ കൊടുത്തിരിക്കണേ. അപ്പോൾ അതിനേക്കാൾ അടിയത്തെ ക്ലാമ്പിന് ഒരു ലേശം ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. ഒന്നും കൂടി താഴ്ത്തി, അതായത് ഇപ്പോൾ ഉള്ള ക്ലാമ്പിൻ്റെക്കാട്ടിലും താഴ്ത്തി കൊടുക്കേണ്ടി വരും പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട്. ഇതതിൻ്റെ തുരുമ്പിൻ്റെ ഒരു ഭീകര ദൃശ്യമാണ് കേട്ടോ. അവിടെ കണ്ടില്ല, ശരിക്കും മടയിരിക്കണം. അതേപോലെ തന്നെ ആ സ്റ്റാൻഡിന്, അത് ഗ്ലാസിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ, സെൻട്രൽ ഗ്ലാസ് കൊടുത്ത സ്റ്റാൻഡാണ്. പണ്ട് ഞാൻ അവിടെ ഒരു ജിപ്സിയുടെ ഗ്ലാസ്സാണ് കൊടുത്തായിരുന്നത്. അതിങ്ങനെ ഫുള്ളായിട്ടായിരുന്നു നിന്നാറെന്താ. ഇപ്പം മാറ്റിയിട്ടാണ് ഇപ്പോൾ സാധാരണ. കാരണം അതൊന്നും കിട്ടാനില്ല. ഞാനത് കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ടാണ് ഗ്ലാസ് മേടിച്ച്, ഒരു ഫൈബറിൻ്റെ ഒരു സാധനം, ഈ ആനച്ചെവിടെ പോലെ അങ്ങനെ നിൽക്കും. ഇപ്പോൾ മാറ്റിയിട്ട് പിന്നെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പിക്ക് ആക്കിയതാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഉള്ളൊരു പ്രശ്നം, ഡൈനാമോ നമുക്ക് എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫാൻ ബെൽറ്റ് പെട്ടെന്ന് ലൂസ് ആവുകയാണ്. ഡൈനാമോ ഇതിൻ്റെ അല്ലേന്നൊരു സംശയം. അപ്പോൾ ഞങ്ങൾ ഡൈനാമോ ഒന്ന് മാറ്റി പിടിക്കുക, അതായത് വേറെ വല്ല വണ്ടിയുടെയും ഡൈനാമോ വയ്ക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണ്ട, അതിനെക്കുറിച്ച് അറിയില്ല. നമുക്ക് ഒന്നും കൂടി പവർ, അതായത് ജീപ്പിന് വെക്കാവുന്ന ഒന്നും കൂടി കൂടുതൽ പവർ തരുന്ന ചെറിയ ഡൈനാമോ ഏതെങ്കിലും ഉണ്ടോയെന്ന്, ഏതെങ്കിലും വണ്ടികളുടെ ഉണ്ടോയെന്നൊന്ന് പറഞ്ഞുതരണം. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഡൈനാമോൻ്റെ കാര്യം. നമുക്കൊന്ന് എന്താ വെച്ചാൽ ജീപ്പായതുകൊണ്ട് ജീപ്പിൻ്റെ ബാറ്ററി 70 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതിന് പറ്റി അത് ചാർജ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും വണ്ടിയുടെ 407 മൂപ്പര് സജഷൻ പറഞ്ഞു. വേറെ വല്ല വണ്ടി ഉണ്ടോയെന്നൊന്ന് നോക്കണം. എന്നാൽ നമുക്ക് എന്താ വെച്ചാൽ അത് ഇതിൽ കയറ്റാം. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. ഇതിലുള്ള ഡൈനാമോ എന്താ വെച്ചാൽ കുറച്ച് വലുതാ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണില്ല. അപ്പോൾ ബാറ്ററിയുടെ ഭാഗം ഒന്നാണ്ട് മാറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്നാൽ ഡൈനാമോ കൂടി മാറ്റി വെക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇതാണ് മൂപ്പരുടെ വർക്ക്ഷോപ്പ് കേട്ടോ. ഇനി എന്തായാലും കുറച്ച് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തെയൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ജീപ്പിനെ വർക്ക്ഷോപ്പിൽ കൊടുത്തുട്ടോ, പാച്ച് വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കള്ളാടിപ്പറ്റുള്ള നമ്മുടെ ബാബുവേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ കംപ്ലീറ്റ് പാച്ച് വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. കാരണം സീറ്റ് 2 സീറ്റ് നമ്മൾ മാറ്റിയിട്ട് വേറെ ക്ലാമ്പിൽ കൊടുക്കണം. പിന്നെ പാച്ച് വർക്ക് ഫുൾ എടുക്കണം. അങ്ങനെയൊക്കെയാണ് മൂപ്പര് ഒഴിപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ വീഡിയോസ് നമ്മൾ താമസിയാതെ തന്നെ നമ്മുടെ ചാനലിൽ വരും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ഇത് ഹരീഷാണ്, ഹരിനാരായണൻ എന്നാണ് പേര്. നമ്മുടെ ഒരു ചങ്കാണ്. ഇവൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഹരീഷ് ടെക് എന്നാണ് അതിൻ്റെ പേര്. ഈ ടെക്കിൻ്റെ അധികം വീഡിയോസ് ആടുന്നത്, ഓരോ സംഭവങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ അതിൻ്റെ ചാനലിൻ്റെ എന്തായാലും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒന്ന് കയറിയിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു പയ്യനാണ്, മറക്കരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ജീപ്പിൽ എന്തെങ്കിലും അധികം ചെയ്യേണ്ട വർക്കുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് വണ്ടി ഇറക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാത് രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനെന്ന് വെച്ചാൽ ജീപ്പിൻ്റെ ഇതേ രൂപം നിലനിർത്തേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ RTO ചെക്കിംഗ് ഒക്കെ വളരെ വിഷയമാണ്. അപ്പോൾ അധിക സാധനങ്ങളൊന്നും മാറ്റണില്ല. അപ്പോൾ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.